അടുത്ത ഒരു വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്ന ആൾ ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. വിരലുകൾ കൊണ്ട് നിഴൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷെറിൻ വി ജോർജ്. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ ലെക്ചററാണ് ഡോക്ടർ ഷെറിൻ. 30ഓളം രാജ്യങ്ങളിൽ തന്റെ നിഴൽ ചിത്രങ്ങളും മാജിക്കും അവതരിപ്പിച്ച് കാണികളെ അമ്പരപ്പിച്ച ഡോക്ടർ ഷെറിൻ പാലാ സ്വദേശിയാണ്. ആംസ്റ്റർഡാം ഇന്ത്യ ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത കലാകാരൻ കൂടിയാണ് ഡോക്ടർ ഷെറിൻ. തന്റെ കലാഭിരുചിയുമായി പര്യടനം തുടരുന്ന മജീഷ്യൻ കൂടിയായ ഡോക്ടർ ഷെറിൻ വി ജോർജിന് സ്വാഗതം കോമഡിയുടെ ഈ മഹോത്സവ രാവിലേക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷെറിൻ വി ജോർജ്. ഷെറിൻ എന്ത് ചെയ്യുന്നു? ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. കാലടി യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തെറാപ്പി ഒന്നും തുടങ്ങിയിട്ടില്ല? തെറാപ്പി ചെയ്യുന്നുണ്ടോ? ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഞാൻ ഷാഡോഗ്രഫിയാണ് ചെയ്യുന്നത്. ഓ ലവ്ലി. ഓക്കെ, അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഷാഡോഗ്രഫിയാണ് ചെയ്യുന്നത്. അത് എൻ്റെ അറിവിൽ ലോകത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. ഇല്ല, ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു മൃഗങ്ങളും അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ ആദ്യം മൃഗങ്ങളെ ഒരു ആക്ട് ചെയ്യും. അതിനുശേഷം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആക്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കാണാം. ഓക്കെ, എല്ലാവരും നല്ലൊരു അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം മൃഗങ്ങളാണെങ്കിൽ ഇനി അടുത്തത് സിനിമ ബേസ്ഡ് ആണല്ലേ? മൃഗങ്ങളുടെ റൊട്ടീൻ ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോറടിച്ചു. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഒരു പുതിയ തീം നോക്കിപ്പോയത്. പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻസ് ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നുകൊണ്ട് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കത്തിയതാണ് ഈ സിനിമ ഉണ്ടായത് ഷാഡോഗ്രഫിയിൽ നിന്നാണ്. ഉറപ്പായും പ്രൊജക്ഷനും ലൈറ്റും. അപ്പോൾ സിനിമ കാണുമ്പോൾ ഒരു ഷാഡോഗ്രാഫർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കഥ വേണം എന്ന് തോന്നി. കഥ ആലോചിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ് മനസ്സിലേക്ക് വന്നത്. ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ളൊരു കഥയാണത്. അത് തിലകൻ സാറും ദുൽഖർ സൽമാനും കൂടി അഭിനയിച്ച സാധു ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയിലെ അതിൽ തന്നെ തിലകൻ സാറിൻ്റെ ആ ലവ് സ്റ്റോറി, കടൽ തീരത്ത് വെച്ചിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ കാണാം അല്ലേ? എല്ലാവരും നല്ലൊരു ഗൈഡ്. നിങ്ങളുടെ മോഹത്തിന് കഥ പറഞ്ഞുതരോ?
ഉപ്പുപ്പാക്ക് മുഹബത്തുണ്ടായിരുന്നെന്ന് അനക്കെന്താണ് ഉറപ്പ്? അത് സുലൈമാനി കുടിച്ചാൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. എന്റെ 18-ാം വയസ്സില് ഞാൻ നമ്മളെ ഉസ്താദിന്റെ കൂടെ ചേർന്ന കൊല്ലം മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലൊരു ഹൂറിനെ കണ്ടു, കൂട്ടിലടച്ച കിളിയെപ്പോൾ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു പാതിയിൽ പാടാത്തൊര തേനൂരിടും വിശലായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു അത്? മൗലവിന്റെ മോള്. ഓണനിക്കാഹിനല്ലേ അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാനോ, നിങ്ങളുടെ ബിരിയാണിക്ക് ഓര് നിൽക്കാൻ കഴിച്ചു പോയി. ഉപ്പ ഏതായാലും ആ ഹൂറിനെ മനസ്സിന്ന് വിട്ടിട്ടില്ല. മോനെ ഫൈസി, എന്താ ഉപ്പ? ആ ഹൂറി ആരാണെന്നറിയോ? എന്റെ ഉമ്മ. പാതിയിൽ പാടാത്തൊര തേനൂരിടും വിശലായി ഞാൻ. കൺസീവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ സംഭവത്തില് അതില് ഒരു രക്ഷയില്ലടാ, ഭയങ്കര രസമാണ്. ആ ഫസ്റ്റ് പോർഷൻ നമുക്കറിയാം, അത് നമുക്ക് വേണമെങ്കിൽ പലയിടത്തു നിന്ന് നമുക്ക് ഇൻസ്പയർ ചെയ്തും അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കാൻ ആരും ഇല്ലല്ലോ, നിങ്ങൾ തന്നെ ട്രയൽ ആൻഡ് എറർ നടത്തിയല്ലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാനിത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ചെയ്തത് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിന് വേണ്ടി മാത്രം ചെയ്ത ഒരു. കാരണം ഇതില് സ്പോട്ട് ഡബിങ് കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചിന്തയാണിത്. ഷാഡോഗ്രാഫർ കാണുമ്പോൾ തിരിച്ചായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. ഒരു വീഡിയോ ഒരു ഓഡിയോ കൊടുത്തിട്ട് അതിന്റെ വിഷ്വൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഉസ്താദ് ഹോട്ടൽ ഇതിലേക്ക് വന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരുടെ രൂപങ്ങളുമായിട്ട് മാക്സിമം സാദൃശ്യം കൊടുക്കാനും നോക്കി അല്ലേ? പരമാവധി. അതായത് ഇപ്പോൾ തിലകൻ സാറിന്റെ ഒരു രൂപം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പല സിനിമകളിലെ പല വേഷങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ലാസ്റ്റാണ്. അപ്പോൾ ചില മുഖങ്ങൾ കൂടുതൽ ചേരും, ചിലപ്പോൾ തലയുടെ പോർഷൻ മോശമായിരിക്കും. അങ്ങനെ എല്ലാം ചേർത്തൊരു 10 രൂപങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഉസ്താദ് ഹോട്ടലിലേക്ക് എത്തുന്നത്. വെരി ഗുഡ്. ദുൽഖറിന്റെ നീണ്ട മൂക്കും സംഭവങ്ങളും ഒക്കെ വളരെ ഇതായിട്ട് ഫീൽ ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഷാഡോഗ്രാഫിയിലെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതെ. അപ്പോൾ ഔട്ട്ലൈൻ മാത്രം വെച്ച് കാരിക്കേച്ചർ ചെയ്യുന്ന പോലെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ്. ഷെറിൻ എന്തായാലും ഇരുന്ന് കൈയിടില്ല, ഷെറിന് എഴുന്നേറ്റ് തന്നെ കൈയിടില്ല. ഷെറിനെ ആദ്യം ഷെറിൻ തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം ലോകത്തിലെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സിനിമാ നടന്മാരുടെ ഫിഗറിൽ ഷാഡോ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. കേരളത്തിലല്ല, മലയാളികൾ മാത്രമല്ല, എനിക്കൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല, മൃഗങ്ങളുടെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിലുപരി ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർസിംഗിലെ ശാലിനിയാണ് ആദ്യം ഷെറിനെ പറ്റി പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് സതീഷിനെ അയച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണകളില്ല, എന്തായിരിക്കും പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യടിയായിരുന്നു ഇവരെല്ലാവരും. അപ്പോൾ അത് അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഷെറിന് ആദ്യം പറഞ്ഞ കുറച്ച് ജീവികളുടെ തുടക്കം എന്ന് പറയും. പക്ഷേ ജീവികളുടെയൊക്കെ നമ്മൾ നേരത്തെ ഈ തത്തയുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഇതൊക്കെ. പക്ഷേ ഇത് അതിനപ്പുറമായിട്ട് തന്നെ നമ്മൾ കീരി പാമ്പ് തമ്മിലുള്ള കോമ്പിനേഷൻ അതിനെ പിടിച്ചോണ്ട് പോകുന്നു. പിന്നെ
മുയല് പോകുന്നു, അതിനെ പിടിക്കുന്ന മറ്റൊരു ജീവി. അപ്പൊ ഇതെല്ലാം ഭയങ്കര രസമാണ്. ഇതിന്റെ കണ്ണിന്റെ ഒരു സ്പോട്ട് പോലും എന്ത് രസമായിട്ടാണ് ചെയ്തത്. അത് കണ്ണ് വരെ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വരച്ച് കാണിക്കുക, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയാൻ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ചെയ്തത്. പിന്നെ ഈ വോയിസും അതൊക്കെ നേരത്തെ സാറിന് ചെയ്തിട്ടുള്ളതാണോ? ഈ ഇതിനോട് സാമ്യമുള്ള വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് സ്റ്റേജിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതോ? ഞാൻ സ്റ്റേജ് പെർഫോമറാണ്. ഞാനൊരു 2000 സ്റ്റാർട്ട് ചെയ്തതാണ്. മജീഷ്യനായിരുന്നു. മാജിക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. മാജിക്കും ജഗ്ലിങ്ങും ഷാഡോഗ്രഫിയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഷെറിൻ ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം. അടുത്തൊരു വൈറൽ കട്ട്സ് ആണിത്. വൈറൽ ഏറ്റവും അധികം ആൾക്കാരുടെ ഇടയിൽ വൈറലാകാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. ദുൽഖറിനെയും തിലകഞ്ചേട്ടനൊക്കെ ഇങ്ങനെ ഷാഡോയിൽ കൊണ്ടുവരുന്ന ആദ്യം ഞെട്ടിപ്പോയിട്ടെ. തിലകഞ്ചേട്ടനൊക്കെ പക്ക സാധനമായിരുന്നു. അതുപോലെ നമുക്ക് ആ സീൻ എടുത്തതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത സീനായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഈ പെർഫോമൻസ് മായാതെ എല്ലാ പ്രേക്ഷകരിലും നിൽക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഈ പക്ഷികളുടെ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതൊരു ആദ്യത്തെ അനുഭവമായിരിക്കും. പിന്നെ പറഞ്ഞു കോമഡി ഉത്സവത്തിന് വേണ്ടി മാത്രം നമ്മളത് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. കാരണം ഇവിടെ ഈവൻ ലോക നിലവാരമുള്ള ഇത്രയും വലിയ കലാകാരന്മാരെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണാറുണ്ട്. ഇവിടെ വരുന്നൊരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഇവൻ അതിന് ഞാൻ ഏറ്റവും കൂടെ അഭിനന്ദിക്കുന്നത് മിഥുൻ്റെ കാര്യത്തിലാണ്. കാരണം നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് മിഥുന് നമ്മളെ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അദ്ദേഹം പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഏത് സമയം വിളിച്ചാലും ഇവിടെ വരാൻ തയ്യാറാവുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ഗ്രൂപ്പിനാണ്. ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു കോമഡി ഉത്സവത്തിൻ്റെ ഒരു കൂട്ടുകെട്ട് ഭീകരമാണ്. അപ്പോൾ ഇത്രയും വലിയ ലോക നിലവാരമുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ കോമഡി ഉത്സവത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാംസ് നമ്മൾ കണ്ടെത്തണം. ഓരോ കലാകാരന്മാരും കോമഡി ഉത്സവത്തിൽ അടുത്ത എന്ത് വെറൈറ്റി ചെയ്യണമെന്ന് വീട്ടിലിരുന്ന് ഓരോ വീടുകളിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ മുഴുവൻ, ലോകത്തിൽ മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു മോട്ടിവേഷൻ നമ്മൾ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള ഇനിയും ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ കോമഡി ഉത്സവത്തിന് ഈ ഒരു വേദിയിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞാലും എനിക്ക് വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. കലക്കി ഷെറിൻ. ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആൾക്കാരെല്ലാവരും ഷെറിൻ്റെ ഷാഡോഗ്രഫിയിൽ വരാനായിട്ടുള്ള ആഗ്രഹമായിരിക്കും ആൾക്കാർക്ക്. ഓരോരുത്തരുടെ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? സൈക്കോളജിസ്റ്റുകൾക്കും ഷാഡോഗ്രഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പഠിപ്പിച്ച ചോദ്യം. എൻ്റെ അച്ഛൻ വരയ്ക്കുമായിരുന്നു. അച്ഛൻ മരിച്ചുപോയി, ചെറുപ്പത്തിലെ മരിച്ചാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ ഇങ്ങനെ ഷാഡോഗ്രഫി ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജി ആയിട്ട് ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൈക്കോളജിയുടെ ന്യൂറോ സൈക്കോളജിയുടെ സ്റ്റഡീസിൽ ഈ ഔട്ട്ലൈൻ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ മുഖം പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങളുണ്ട്. VS രാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്ന് പറയുന്ന ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് മാത്രമല്ല ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പെർസീവ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു. അതെ, ചിലപ്പോൾ ഒറിജിനൽ രൂപങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മാമുക്കോയുടെ ഒറിജിനൽ രൂപം ഞാൻ ഷാഡോയിൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒറിജിനൽ രൂപം നമ്മൾ കമ്പ്യൂട്ടറിൽ വരച്ചെടുത്തിട്ട് അതേപോലെ ചെയ്ത് കാണിച്ചു. ആ ഷാഡോ ബ്ലാക്ക് അടിച്ചിട്ട് കാണിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മാമുക്കോയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഈ മാമുക്കോയുടെ രൂപം കുറച്ച് മാറ്റി എക്സാജറേറ്റ് ചെയ്ത് മുഖം ഒന്ന് കൂർപ്പിച്ച് 2 പല്ലുകൾ എടുത്ത് മുന്നോട്ട് വെച്ചാൽ എല്ലാവരും പറയും മാമുക്കോ എന്ന് പറയും. അപ്പോൾ ആ ഒരു അത് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് സൈക്കോളജി ആയിട്ടുള്ള ഒരു ബന്ധം എനിക്ക്. സിനിമയിൽ ഏറ്റവും നന്നായി ചെയ്ത് കണ്ടിട്ടുള്ള ഞാൻ മാളാരവിന്ദൻ ചേട്ടനാണ്. ഒരു കഥ പറയും, ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു സ്ത്രീയുടെ കഥ പറയും. ഇതിലൂടെ ഒരു കഥ പറയാണ്. അതിനകത്ത് സിനിമ അന്നിപ്പോ ഈ സൗകര്യങ്ങളും ഇതുപോലെ ഷാഡോ ഒന്നുമല്ല, ചുമ്മാ ചുമരില് പുള്ളി കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് നമ്മളെ ഇരുത്തിയിട്ട് കൊണ്ട് കാണിക്കും. അമ്പലത്തിൽ പോകുന്ന സ്ത്രീയും അവരുടെ ഒരു കാമുകനും കൂടിയുള്ള ഒരു കഥ, ഒരു കഥ പറയായിരുന്നു. നമുക്ക് വേണ്ടി മാത്രം. നമ്മള് പബ്ലിക് അഡ്വർടൈസിലല്ലോ ഇത് ചെയ്യുന്നത്. പുള്ളി നമ്മളൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ കഥ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ മാളച്ചന്റെ റൂമിലൊരു ചെറിയ കൂടലുണ്ടാവില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സംഭവം. അപ്പൊ ആ സമയത്ത് പുള്ളിയുടെ സ്ഥിരം ഐറ്റമാണ് കാരവൻ സജീവമല്ലാത്ത കാലം. അതെ, കാരവൻ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവും. സത്യം. നമ്മളും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിന്റെ ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഇത് ലോകത്ത് തന്നെ നേരത്തെ ഷെറിൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സാധനം കാണുന്നത്. അല്ലേ, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ ഷാഡോഗ്രഫി എപ്പോഴും ആനിമൽസും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കുറെ ലവ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ആൾക്കാരുടെ കാരിക്കേച്ചേഴ്സ് വെച്ചിട്ടുള്ള ഷാഡോഗ്രഫി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ ജനങ്ങളും ആദ്യമായിട്ട് കാണുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. യു ആർ ഗോയിങ് പ്ലേസസ് ഷെറിൻ. ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ഇന്റർനാഷണൽ ലെവലിൽ പോകാനുള്ള അവസരം കേട്ടോ. എല്ലാവരും നല്ലൊരു കാര്യം എടുത്ത് ചേർന്ന്